നമസ്കാരം. എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഞെട്ടിക്കുന്ന നിർണായകമായ വിവരങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ്. യാത്രയയപ്പ് ചടങ്ങിൽ എ.ഡി.എം. നവീൻ ബാബുവിനെ പരസ്യമായി അപമാനിക്കാൻ പി ദിവ്യ ആസൂത്രിതമായ നീക്കം നടത്തിയതായി മൊഴികൾ പുറത്തുവരുന്നു. നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിലാണ് നിർണായകമായിട്ടുള്ള വിവരങ്ങളുള്ളത്. ചടങ്ങിന് മുൻപ് ദിവ്യയുടെ സഹായി 4 വട്ടം കളക്ടറുടെ സ്റ്റാഫിനെ വിളിച്ചു. പരിപാടി ചിത്രീകരിക്കാൻ ആവശ്യപ്പെട്ടതും വീഡിയോ കൈപ്പറ്റിയതും ദിവ്യയെന്നാണ് കണ്ണൂർ വിഷൻ പ്രതിനിധികളുടെ മൊഴി. ഇത്രയേറെ ആസൂത്രണം നടത്തിയിട്ടും വഴിയെ പോകുമ്പോൾ പരിപാടിക്ക് എത്തിയെന്നായിരുന്നു ദിവ്യ പറഞ്ഞത്. അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പെട്രോൾ പമ്പ് അനുമതിക്കായി നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് ഒരു തെളിവുമില്ല എന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. 14/10/2024 വിവാദ യാത്രയയപ്പിൽ നവീൻ ബാബുവിനെ പി ദിവ്യ പരസ്യമായി അധിക്ഷേപിച്ചത് ഒരാകസ്മിക സംഭവമായിരുന്നില്ല എന്നാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ടിൽ തെളിയുന്നത്. ആദ്യം യാത്രയയപ്പ് നിശ്ചയിച്ചത് 11-നാണ്. അന്ന് അവധി പ്രഖ്യാപിച്ചതിനാൽ ചടങ്ങ് മാറ്റി. അന്ന് പി ദിവ്യ കളക്ടറെ പലതവണ വിളിച്ചു. രാത്രിയിലെ ഫോൺ സംഭാഷണത്തിൽ കളക്ടറുടെ ഓഫീസ് സ്റ്റാഫിനെതിരെ സുപ്രധാന വിവരം പങ്കുവെക്കാനുണ്ടെന്ന് പറഞ്ഞതായി അരുൺ കെ വിജയന്റെ മൊഴിയുണ്ട്. യാത്രയയപ്പ് നടന്ന 14-ാം തീയതി രാവിലെ SCAT വകുപ്പിന്റെ ഒരു പരിപാടിക്കിടെ കണ്ണൂർ കളക്ടറോട് ദിവ്യ നവീൻ ബാബുവിനെ പറ്റി ആരോപണം ഉന്നയിക്കുന്നു. പെട്രോൾ പമ്പിന് NOC വാങ്ങുന്നതിൽ മനഃപൂർവ്വം കാലതാമസം വരുത്തിയതായി വിവരമുണ്ടെന്ന് അറിയിച്ചു. പരാതിയുണ്ടെങ്കിൽ തരാൻ ആവശ്യപ്പെട്ടാൽ തെളിവ് തന്റെ പക്കൽ ഇല്ലെന്ന് ദിവ്യ പറഞ്ഞു. പക്ഷേ വിഷയം വിടില്ലെന്ന് ദിവ്യ പറഞ്ഞതായി കളക്ടർ പറഞ്ഞു. ഇങ്ങനെ നിർണായകമായ പല വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്.